ബസ്സുകൾ നടപ്പാക്കാൻ നിങ്ങൾ ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ടേ വെച്ചു. ഞങ്ങളൊക്കെ അനുവദിച്ച ടൈം എത്രയെന്ന് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഈ കക്കാടുന്ന് പരപ്പനങ്ങാടി പോകണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ യാത്ര പാസ് ചെയ്ത് പോകേണ്ട വണ്ടികളാണ്. ഇത് ആദ്യം ആർക്കും അനുവദിച്ച ടൈമാണ്. ഈ ടൈം കൊണ്ട് വേണം PSMA കോളേജ്, അത് കഴിഞ്ഞതിന് ശേഷം MKH നമുക്ക് പുതിയതായിട്ട് വന്ന അവിടെ സ്റ്റോപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഓറിയന്റ് സ്കൂള്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് യാറങ്കട താൽക്കാലിക സ്റ്റോപ്പ്, അത് ചന്തപ്പടി, ആ ചന്തപ്പടി കഴിഞ്ഞതിന് ശേഷം വരുന്നത് മമ്പ്ര സ്റ്റോപ്പ്. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഏകദേശം 8 സ്റ്റോപ്പാണ്. സിവിൽ സ്റ്റേഷൻ അടക്കുകയാണെങ്കിൽ 9 സ്റ്റോപ്പ് കൂട്ടാം. ഇതൊന്നും കുട്ടികളെ നിർത്താതെ കയറ്റാതെ പോകാൻ പറ്റൂല. ഇത് ഈ സമയം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പരപ്പനങ്ങാടിക്ക് എത്താൻ 10 മിനിറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ ഇവിടെ കറങ്ങിയിട്ട് വേണം പോയി. നമ്മളിപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് കറങ്ങിയിട്ട് അതിന്റെ അടിയിലുള്ള ബ്ലോക്ക്, അന്ന് ഈ സഭയിൽ പറഞ്ഞ KRSന്റെ മുന്നിൽ ഒരു വണ്ടി ഏതെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 മിനിറ്റോളം ഞങ്ങൾക്ക് ബ്ലോക്ക്. ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് എത്ര വണ്ടികളാണ് ഞങ്ങൾക്ക് അനുഭവമാണ്. നമ്മൾ ബസ്സിന് പിന്നിൽ നിൽക്കുക. നിങ്ങൾ 1 ഇഞ്ച് കയറ്റി എത്തിയാൽ മതി. അടുപ്പിച്ച് നിർത്താനുള്ള സൗകര്യം കൂടി സ്റ്റാൻഡിലേക്ക് പോകേണ്ടതുകൊണ്ട് പോകാത്തതുണ്ട്. നിങ്ങൾ കോഴിക്കോട് റോഡിൽ നിന്ന് വരുന്ന ബസ് ഇപ്പൊ ജലീലാക്കാന്റെ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റിൽ, അതായത് ആ ജംഗ്ഷനിൽ നിർത്തിയാണ് നിങ്ങൾ പല സമയത്തുള്ള അവിടെ സ്റ്റോപ്പ് അതെ. കോഴിക്കോട് റോഡിൽ നിന്ന് വരുന്നത് ശരിക്കും മലപ്പുറം റോഡിൽ തിരിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അവിടെ നിർത്തി നിങ്ങൾ ആളാണ്. അത് നിങ്ങൾക്ക് അനുവദിച്ചതല്ല. ഒന്ന്. രണ്ടാമത് പിന്നെ ഈ പറഞ്ഞ കരിജന് മുമ്പേയുള്ള നമ്മൾ അനുവദിച്ച ബസ്പേലെല്ലാം നിന്നത് സെൻട്രൽ കൊണ്ടാണ് നിർത്തിയിട്ട് നിങ്ങൾ അവിടെ ആളൊക്കെ അതിന്റെ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വണ്ടി അവിടെ ഒരു 2 മിനിറ്റ് നിർത്തിയാൽ പോലെ നിങ്ങൾക്ക് അറിയാം. ഇഷ്ടം പോലെ വണ്ടികൾ ബാക്കിലൊന്നും ജാമാണ്. അവിടെ നിങ്ങൾ ബസ് ഒതുക്കിയിട്ടില്ല. എങ്ങനെയാണോ മെയിൻ റോഡിൽ എങ്ങനെയാണോ വന്നത് അവിടാണ് സ്റ്റോപ്പിൽ നിർത്തുന്നത്. അതുകൊണ്ട് അതെ സമയമില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ആയിരിക്കാം. പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെയും ഉണ്ടാവും. പക്ഷെ എന്നാലും സ്റ്റോപ്പ് അല്ലാത്ത സ്ഥലത്ത് വീണ്ടും നിർത്തിയിട്ടാണ് ഇപ്പോൾ വീണ്ടും സമയം പോവുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർത്തണം. ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പുകളിൽ മാത്രം ബസ്സുകാർ ആളെ നിർത്തി ആളെ എഴുതുക. ആരെങ്കിലും മെഡിക്കൽ വെച്ച് കൈകാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ആളെ എഴുതുന്ന സംവിധാനം ഒഴിവാക്കുക. അതിന് കുറച്ചുകൂടെ സമയം കിട്ടും. ഇതിന്റെ മുന്നേ നടന്ന സംഭവമാണ്. ഇവിടെ ട്രാഫിക് നടന്ന സമയത്ത് എന്തുകൊണ്ട് ആ കുട്ടീനെ അവിടെ നിർത്തി കൊടുത്തില്ല? ബാക്കിൽ ബ്ലോക്ക് എങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്? അങ്ങനെ വരട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പരാതിയില്ല.
പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റാൻ വളരെയധികം സൗകര്യമാണ്. കാരണം പഴയ ബസ് സ്റ്റാൻഡ് അവിടെ പോന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യമാണ്. ഇവിടെ കഴിഞ്ഞ ഇതിന്റെ മുന്നേ വന്ന സഭയിൽ ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്ക് പോലീസ് എന്തില്ല, ഇവിടെ ആളില്ല എന്നുള്ളതാണ്. ഇതുവരെ ഇതിന് നമ്മൾ കൂടെ പിരിയും. ഇതല്ലാതെ ഇതിന്റെ അപ്പുറം ബസ്സുകൾ നടപ്പാക്കാൻ നിങ്ങൾ ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ടുപോയി വെച്ചു. ഞങ്ങളൊക്കെ അനുവദിച്ച ടൈം എത്രയെന്ന് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഈ കക്കാടുന്ന് പരപ്പനങ്ങാടി പോകണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ യാത്ര പാസ് ചെയ്ത് പോകേണ്ട വണ്ടികളാണ്. ഇത് ആദ്യം ആർക്കും അനുവദിച്ച ടൈമാണ്. ഈ ടൈം കൊണ്ട് വേണം PSMA കോളേജ്, അത് കഴിഞ്ഞതിന് ശേഷം MKH നമുക്ക് പുതിയതായിട്ട് വന്ന അവിടെ ഒരു സ്റ്റോപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഓറിയന്റ് സ്കൂള്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് യാറങ്കട താൽക്കാലിക സ്റ്റോപ്പ്, അത് ചന്തപ്പടി, ആ ചന്തപ്പടി കഴിഞ്ഞതിന് ശേഷം വരുന്നത് മമ്പ്ര സ്റ്റോപ്പ്. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഏകദേശം 8 സ്റ്റോപ്പാണ്. സിവിൽ സ്റ്റേഷൻ അടക്കുകയാണെങ്കിൽ 9 സ്റ്റോപ്പ് കൂട്ടാം. ഇതൊന്നും കുട്ടികളെ നിർത്താതെ കയറ്റാതെ പോകാൻ പറ്റൂല. ഇത് ഈ സമയം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പരപ്പനങ്ങാടിക്ക് എത്താൻ 10 മിനിറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ ഇവിടെ കറങ്ങിയിട്ട് വേണം പോയി. നമ്മളിപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് കറങ്ങിയിട്ട് അതിന്റെ അടിയിലുള്ള ബ്ലോക്ക് അന്ന് ഈ സഭയിൽ പറഞ്ഞ KRSന്റെ മുന്നിൽ ഒരു വണ്ടി ഏതെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 മിനിറ്റോളം ഞങ്ങൾക്ക് ബ്ലോക്ക്. ഇതുവരെ പരിഹാരമായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ ആ 2 സൈഡിൽ നിർത്തിയിട്ട് ആ ബൈക്കല്ലെന്ന് പറയും. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്ന് കയറി പോകാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകാൻ എന്നുള്ളതാണ്. അത് നടപ്പാക്കാൻ ഒരു കുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ബസ് കയറാൻ മുന്നിലേക്ക് കയറാൻ എല്ലാവരും തയ്യാറാണ്. നമ്മളറിയോ 900-ന്റെ മേലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഇവിടെയാണ്. തിരൂരങ്ങാടിയിൽ നിന്ന് വരുന്ന പരപ്പനങ്ങാടി കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങളെ ഈ സ്കൂളുകൾ മൊത്തം 4 മണിക്ക് വിടുന്നതുകൊണ്ട് ഈ കുട്ടികളെ 5 മണിന്റെ മുന്നായിട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് നിങ്ങൾ ഇത് കാണണം. ഒന്നെങ്കിലും ഒരു സ്കൂളെങ്കിലും എന്താ ചെയ്യുക, കുറച്ച് നേരത്തെ വിടുക. ഒരു 20 മിനിറ്റ് 10 മിനിറ്റെങ്കിലും എവിടെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് കുട്ടികളെ നേരത്തെ വിടട്ടെ. ഈ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ അതിനുള്ള സംവിധാനം കൊണ്ടുവരട്ടെ. അല്ലാതെ ഈ കുട്ടികളൊക്കെ ഇതുവരെയും ഈ ബസ് തന്നെയാണ് കുട്ടികളെ കയറ്റി പോയിട്ടുള്ളതും എല്ലാം. ഞാൻ നമ്മളെ കുട്ടികളെ കയറ്റുന്നില്ല. കഴിയുന്നിടത്തോളം ഏതെങ്കിലും 1-2 ഒരു മക്കളുള്ള മക്കൾ ഏതെങ്കിലും ഒന്നും ചിലപ്പോൾ കയറ്റിയില്ലെങ്കിൽ ആ കുറ്റായിരിക്കും എല്ലാ ബസ്സിലും ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അവരെ മുഴുവനെ കുറ്റം കണ്ടുകാണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് ട്രാഫിക് ഇവിടെ ബോധവൽക്കരണം നടത്തിയതിനു ശേഷം ഇവിടെ ഉള്ള നോക്കി നിങ്ങളിപ്പോ പറഞ്ഞിട്ട് കോഴിക്കോട് അവിടെ വരുമ്പോ പറഞ്ഞു അവിടെ ഒരു സ്റ്റോപ്പ് തന്നെ ആദ്യം അനുവദിച്ചിരുന്നു അതിന്റെ മുന്നിൽ. ഇപ്പൊ നിങ്ങൾ നോക്കി 200 കണക്കിന് ബൈക്കുകളാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ബസ് വന്ന് പാർക്ക് ചെയ്ത ആളെ ഇറക്കായിരുന്നു. ഈ കൊടിഞ്ഞി റോഡിലേക്ക് കയറിയിട്ട് ആളെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കൊടിഞ്ഞി റോഡിലേക്ക് കയറുന്ന ഹോസ്പിറ്റലിൽ കൂടി പോകുന്ന വണ്ടികളാണ്. അവിടെ നമ്മൾ ബസ് നിർത്തേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എന്താണ്? ആ സ്റ്റോപ്പ് ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മളെ ഒരു നല്ലൊരു നമ്മൾ കൂടി ഇരുത്തി അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടപ്പാക്കുന്നതിൽ വളരെ ഇതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കോഴിക്കോട് റോഡിലെ ജംഗ്ഷന്റെ സ്ഥിതി എന്താ? അവിടെ ക്യൂ സംവിധാനത്തെ അതിനെ പരപ്പനങ്ങാടിയിലേക്കും 2 ഭാഗത്തേക്കും തിരിച്ചിടാം. കുറച്ച് ഓട്ടോറിക്ഷ കുറച്ച് അടിയിലേക്ക് അത് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ പോരുമ്പോ കണ്ട അവസ്ഥ എന്താ? 2 ബൈക്കുകളാണ് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. മിക്ക ബസ്സുകളും അവിടെ ട്രിപ്പുകൾ കട്ടായി. നമ്മൾ ആരും കാണാതെ എന്തെങ്കിലും വിളിച്ചങ്ങ് പറഞ്ഞ് പത്രത്തിൽ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിന്റെ യഥാർത്ഥ അവിടെ ചോദിച്ചാൽ അറിയാം. അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ മുഴുവനും ബസ്സുകാർക്കുള്ള ഒരു കുറ്റം മാത്രമേ നിങ്ങൾ കണ്ടെത്തില്ലേ. നമ്മുടെ ബസ് സ്റ്റോപ്പ് അതിനു വേണ്ടിയിട്ട് നിർത്താത്ത ബസ് നിർത്തുന്ന സമയത്ത് അത് ബ്ലോക്ക് ആകാതെ നിർത്താത്ത സംവിധാനം നമ്മളിവിടെ അതിനുള്ള സൗകര്യങ്ങൾ പറ്റിയപ്പോൾ അത് അവിടെ നിർത്താം. അതല്ല നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഏത് കുറ്റങ്ങളും നമ്മുടെ ബസ്സുകാർക്ക് മാത്രമായി മാറ്റും. അതുപോലെ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഓരോ ബിൽഡിങ്ങിനും അനുവദിച്ച പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിംഗ് നിങ്ങൾ അനുവദിച്ച് വണ്ടികൾ പാർക്ക് ചെയ്യണ്ടേ? നിങ്ങളുടെ സ്ഥാപനത്തേക്ക് വരുന്ന വണ്ടികളാണോ ആ വണ്ടികളാണെന്ന് അതിനൊരു ക്രമം വരുത്തി ചമ്മാട്ടങ്ങാടി ഫ്രീ ആക്കി കൊടുക്കുക. ഈ ദർശനം മുതൽ പത്തൂര് വരെയുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് റോഡിൽ ഇതിലുള്ള നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി നമ്മളെ അത്രയും കർശനമായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ബസ്സുകാർക്ക് ഇതല്ലാതെ വേറെ ഒന്നും നടപ്പാക്കിയില്ല ഇതിന്റെ മുന്നിലുള്ള കാര്യങ്ങളും. ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യമേ പറഞ്ഞിട്ട് വിട്ടുവീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്നുള്ളത് വിട്ടുവീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകേണ്ടതാണ്. ആരുടെയും ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ല, പോലീസിന്റെ ഭാഗത്ത് പ്രശ്നമില്ല ഞാൻ പറയുന്നില്ല.
പോലീസിന്റെ ഭാഗത്ത് 100% ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് മാറ്റേണ്ടതുണ്ട്, അതിന് നടപടികൾ സ്വീകരിച്ചിരിക്കും. ഓട്ടോറിക്ഷയുടെ ഭാഗം, ഓട്ടോറിക്ഷക്കാരും പ്രശ്നക്കാരല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാർ മാത്രമാണോ പ്രശ്നക്കാരെന്ന് വെച്ചാൽ അതുമല്ല. ബസ്സുകാരുടെ ഭാഗത്ത് പ്രശ്നമുണ്ടോ വെച്ചാൽ പ്രശ്നമുണ്ട്. പക്ഷെ ബസ്സുകാർ മാത്രമാണോ പ്രശ്നക്കാരെന്ന് ചോദിച്ചാൽ അല്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗം അവർ മാത്രമാണോ പ്രശ്നക്കാരെന്ന് വെച്ചാൽ അവർ മാത്രമല്ല പ്രശ്നക്കാർ, എന്നാൽ അവരും പ്രശ്നക്കാരാണ്. കച്ചവടക്കാർ മാത്രമാണോ പ്രശ്നക്കാർ? കച്ചവടക്കാർ പ്രശ്നക്കാരാണോ? അതുകൊണ്ട് കച്ചവട സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾ റോഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കെട്ടിട ഉടമസ്ഥന്മാരാണോ അത് പ്രശ്നക്കാർ? കെട്ടിട ഉടമസ്ഥന്മാരുടെ ഈ കെട്ടിടം ഉണ്ടാക്കിയ ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലും കച്ചവടക്കാർക്കാണ് കച്ചവടം ചെയ്യാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് കച്ചവടക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, പോലീസിന് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, ഓട്ടോറിക്ഷക്കാർക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, ബസ്സുകാർക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ ട്രാഫിക്കിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പാർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ അതിനൊരു സംവിധാനം, നേരത്തെ ഇനി ഇവിടെ പാർക്ക് ചെയ്ത് രാവിലെ പാർക്ക് ചെയ്ത് വൈകുന്നേരം എടുത്തു വരുന്ന സംവിധാനം പാടില്ല എന്ന് പറയുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും പത്രത്തിലൊക്കെ ഔട്ട് ചെയ്തതിനു ശേഷം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ തീരുമാനമെടുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നൊരു പറഞ്ഞ സംവിധാനം കൂടി നിലവിലുണ്ട്. ഇത് നമ്മുടെ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അതുപോലെ തന്നെ നമ്മൾ ഫീൽഡിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു പരിശോധന നടത്തി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, PWD ഉണ്ട്, റവന്യൂ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, പോലീസ് ഉണ്ട്. ഈ അധികാരികളെല്ലാം ചേർന്നുകൊണ്ട് പഠിച്ച ശേഷം മാത്രം അത് അവതരിപ്പിക്കുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ, ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ മുമ്പോട്ട് പോവാം. അതാണ് നമുക്കിവിടെ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതൊരു ചർച്ചകൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിൽ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ എല്ലാ ആളുകളും കേട്ടിട്ടുണ്ട്, ചെയർമാൻ അടക്കമുള്ള ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അത് പരിഹരിക്കാനുള്ള രീതിയിലേക്ക് ഇനി മുമ്പോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞിരിക്കുന്ന രീതിയിൽ കടുംപിടുത്തം ഒഴിവാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്. ചില സ്ഥലങ്ങളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ സ്ഥലം മാറ്റുന്നുണ്ട്, ബസ് സ്റ്റോപ്പുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പുകൾ മാറ്റണം, ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം, എണ്ണം കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ ഓട്ടോകളുടെ എണ്ണം കുറയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിരുന്നു. ഇതിപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, ഓട്ടോറിക്ഷക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ ബസ്സുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, എല്ലാവരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ്.